വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് ഇരുളത്ത് 25,000 സ്ക്വയർ ഫീറ്റിൽ വമ്പൻ പൂക്കളം ഒരുങ്ങി. ഇരുളം GHS സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ കൂറ്റൻ പൂക്കളം തീർത്തിരിക്കുന്നത്. മാവേലിയോടൊപ്പം വയനാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു മണിയൻ എന്ന കാട്ടാനയും. ഈ കാട്ടാനയും നമ്മൾ ഈ പൂക്കളത്തിൽ അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെപ്പോലെ ഇങ്ങനെ അടിച്ചു മാറ്റി പൂക്കളിടുന്ന ടീംസ് ഒന്നും അല്ല അവർ. അപ്പം വയനാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളം ഒരുക്കുന്നത് സാധാരണമാണെങ്കിലും ഒരു സ്കൂളിന്റെ ഗ്രൗണ്ട് മുഴുവൻ പൂക്കളമാവുന്ന കാഴ്ചയാണ് പുൽപ്പള്ളിക്കടുത്തെ ഇരുളത്ത് കാണാൻ സാധിക്കുക. ഇരുളം GHS സ്കൂൾ ഗ്രൗണ്ടിലാണ് അക്ഷരാർത്ഥത്തിൽ കൂറ്റൻ പൂക്കളത്തിന് വേദിയായിട്ടുള്ളത്. മാവേലിയോടൊപ്പം നാടുമായി ഒരുപാട് ബന്ധമുള്ള മണിയൻ എന്ന കാട്ടാനയെയും പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുളത്തുകാരുടെ പൂക്കളം. നാട്ടുകാരുമായി സൗഹൃദത്തിലായിരുന്ന മണിയൻ എന്ന കാട്ടാനയെക്കുറിച്ച് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. 2019 ഈ കാട്ടാന ചരിഞ്ഞത്. അന്ന് മണിയനു വേണ്ടി മൗനജാഥ വരെ നടത്തിയ നാട്ടുകാരാണ് ഇരുളത്തേത്. 5-ാം തീയതി മുതലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുളത്ത് ഓണാഘോഷം തുടങ്ങിയത്. ഓഗസ്റ്റ് 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഓണാഘോഷം. നാട്ടുകാരെല്ലാം ചേർന്ന് 3 ദിവസത്തെ പ്രയത്നത്തിലാണ് പൂക്കളം ഒരുങ്ങിയത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് 10 ടൺ പൂവാണ് ഭീമൻ പൂക്കളത്തിനായി എത്തിച്ചത്. ലയൺസ് ക്ലബിന്റെ ആശയമായിരുന്നു വമ്പൻ പൂക്കളം. ഇതിനൊപ്പം നാട്ടുകാർ ഒത്തുചേരുകയായിരുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ അടക്കം കലാകായിക മത്സരങ്ങൾ നടത്തി ഇരുളത്തിന്റെ 1-ാം സാംസ്കാരിക ആഘോഷമെന്ന നിലയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതെന്നാണ് സംഘാടകരുടെ പ്രതികരണം. ആയിരങ്ങളാണ് പൂക്കളം കാണാനെത്തിയത്. പാതിരാത്രിയിലെ കനത്ത മഴയത്തും ഒരു നാട് മുഴുവൻ പൂക്കളം ഒരുക്കാനായി രംഗത്തുണ്ടായിരുന്നു. വയനാട്ടിൽ ഇതുവരെ തീർത്ത ഏറ്റവും വലിയ പൂക്കളം കൂടിയാണിത്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.